പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം. യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന സബ്ജക്റ്റുമായിട്ട് വീണ്ടും നമുക്കെല്ലാവർക്കും ഒന്നിച്ചു ചേർന്ന് വരുവാൻ സ്വർഗത്തിൽ ദൈവം ഒരുക്കിയ നല്ല മുഖാന്തരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകാൽ റോസ് ഫാമിലിയെ ഓർക്കുന്നു. ഇതിൻ്റെ അഡ്മിനായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന സബ്ജക്റ്റിൻ്റെ 11ാമത്തെ ക്ലാസ്സിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം ഓരോ വാക്യം പ്രതിവാക്യമായിട്ട് തന്നെ നമ്മൾ പഠിച്ചു പോരുകയായിരുന്നു. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കും പഠനത്തിനും ആധാരമായിരിക്കുന്നത് 1-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങളാണ്. ഞാൻ ആ വേദഭാഗമൊന്ന് വായിക്കാം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേദഭാഗങ്ങളിലൂടെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കും പഠനത്തിനും ആധാരമായിരിക്കുന്നത് 1-ാം അധ്യായത്തിൻ്റെ 12, 13, 14 വേദഭാഗങ്ങളാണ്. നാം വായിച്ചതുപോലെ, എന്നാൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. കൊടുക്കാമെന്നല്ല, കൊടുത്തു എന്ന് തന്നെയാണ്. പ്രത്യേകം ഓർക്കണം. ദൈവം എന്തെങ്കിലും തരാം, പിന്നെ തരാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് തരാം, നോ. പുത്രനോടുകൂടി ദൈവം എന്താണ്, അതിൻ്റെ ഒരു പരിസമാപ്തി വന്നിരിക്കുകയാണ്. പുത്രനോടുകൂടി എല്ലാം തികഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവനിൽ വിശ്വസിക്കുന്നവർക്ക് തരാമെന്നല്ല, അധികാരം കൊടുത്തു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ അത് ഒരു വലിയ കാര്യത്തെയാണ് വിളിച്ചറിയിക്കുന്നത്. ദൈവത്തിൽ നിന്നൊക്കെ ഒരു അധികാരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ? ദൈവം നീതീകരിച്ചവനെ ആരെങ്കിലും കുറ്റം വിധിക്കുവാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അപ്പം ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. എന്താണ് അധികാരം? നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു പോവുകയാണ്. രക്ഷയ്ക്കായി മനുഷ്യൻ എന്ത് ചെയ്യണമെന്ന് ഈ വചനം വ്യക്തമാക്കുകയാണ്. ഈ ലോകത്തിൽ എങ്ങനെ രക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ ഈ ലോകത്ത് എങ്ങനെ രക്ഷ പ്രാപിക്കണമെന്ന് അനേകർ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ദൈവമാരെന്നറിയാതെ, രക്ഷ എന്തെന്നറിയാതെ, ഈ ലോകപ്രകാരമുള്ള ജീവിതത്തിൽ നടക്കുന്ന അനേകരുണ്ട്. ദൈവത്തിനെന്ന പോലെ അവർ ചെയ്യുന്ന പാഴ്വേലകളെല്ലാം ഒരു പ്രയോജനമില്ലാത്തതാണ്. എന്നാൽ ഒരു മനുഷ്യൻ എങ്ങനെ രക്ഷ പ്രാപിക്കണമെന്നതിൻ്റെ ഒരു ചൂണ്ടുപലകയാണ് ഈ വാക്യം. അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. രക്ഷയ്ക്കായി മനുഷ്യൻ എന്ത് ചെയ്യണമെന്ന് ഈ വചനം വ്യക്തമാക്കുകയാണ്. ഈ വചനമെല്ലാം ലഭിച്ചതിന് പ്രത്യേകം നാം ദൈവത്തിന് നന്ദി പറയണം. അതായത് ദൈവം ഒരു മനുഷ്യനെ രക്ഷിക്കുന്നത്, ദൈവം തൻ്റെ മക്കളായി അവരെ എണ്ണുന്നത്, അവരുടെ നേർച്ചകളോ കാഴ്ചകളോ അവർ ദൈവത്തിനെന്ന പോലെ കഴിക്കുന്ന മറ്റ് പല കാര്യങ്ങളിലോ ഒന്നുമല്ല. തൻ്റെ പുത്രനിൽ വിശ്വസിക്കുന്നവൻ, അവന് ദൈവഭവനത്തിലേക്കാണ് പ്രവേശനം. പ്രത്യേകം ഓർക്കണം, നമ്മൾ പ്രാരംഭ ക്ലാസ്സുകളിൽ മുതൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ്. യോഹന്നാന്റെ സുവിശേഷം എന്ന് പറയുന്നത് ദൈവ കുടുംബത്തിലേക്ക് നമുക്കുള്ള പ്രവേശനമാണ്. അതിൽ ജാതിവർണ്ണ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ വിശ്വസിക്കുന്ന എല്ലാവരെയും തൻ്റെ കുടുംബത്തിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ് പിതാവാം ദൈവം.
ദൈവകുടുംബത്തിൽ ഒരു അംഗമായി ജനിക്കുവാൻ കഴിയുന്നത് എത്ര ഭാഗ്യപദവിയാണ്. ആ പദവിയിലേക്കാണ് നമ്മെ ക്ഷണിച്ചിരിക്കുന്നതെന്ന് യോഹന്നാൻ ഈ വാക്യത്തിലൂടെ വ്യക്തമാക്കുകയാണ്. അവനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിച്ച ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അത് സ്വർഗീയ അധികാരമാണ്. ഭൂമിയിലെ ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിൽ നിന്ന് കിട്ടുന്ന പത്രമോ അധികാരമോ അല്ല. നമ്മളിൽ ദൈവമക്കളാകുവാനുള്ള അധികാരം തന്നിരിക്കുകയാണ്. എന്താണ്? കാൽവരിയിൽ പരമയാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ എന്റെ പുത്രനിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ആ പരമയാഗത്തിൽ വിശ്വസിക്കുന്നവൻ ആരാണെങ്കിലും, പ്രത്യേകം ഈ ഒരു വാക്യവും കൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുവരെയും ദൈവത്തിന്റെ ജനമെന്ന് അവകാശപ്പെട്ട് കിടന്ന യഹൂദന്മാർക്ക് ഒരു വലിയ പ്രഹരമേറ്റതുപോലെയാണ് ഈ വാക്യം. കാരണം തന്റെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, യഹൂദൻ തള്ളിക്കളഞ്ഞ ജാതികളുണ്ട്, അഗ്രചർമ്മികൾ എന്ന് പറഞ്ഞ് കളിയാക്കി വേർതിരിച്ച് അവന്റെ ഗ്രാമത്തിൽ കിടന്നാൽ ആ ഗ്രാമം വിട്ടു പോരുമ്പോൾ കാലിൽ പറ്റിയ പൊടിയെല്ലാം തട്ടിക്കളഞ്ഞു പോരുന്ന ആ യഹൂദ പ്രമാണികൾക്ക്, അവർക്കെല്ലാം പ്രഹരമാണ് ഈ ഒരു വാക്യം. ഈ വാക്യം വായിക്കുമ്പോൾ നമ്മളെല്ലാം ഏറെ സന്തോഷിക്കുകയാണ്. വിശ്വാസ ജീവിതത്തിൽ വന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാക്യം എത്രമാത്രം ഊർജ്ജമാണ് നൽകുന്നത്. ഞാൻ ദൈവത്തിന്റെ മകനാണ്, മകളാണ് എന്ന അവകാശം എനിക്ക് നൽകി തന്നിരിക്കുന്ന എന്റെ അധികാരപത്രമാണിത്. ദൈവമാണ് തന്നതെങ്കിൽ അത് നീക്കുവാൻ ഈ ലോകത്തിലെ ആർക്കും കഴിയില്ല. ധന്യനായ പൗലോസ് പറഞ്ഞ പോലെ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലെത്രേ. അപ്പൊ സ്വർഗീയ പൗരത്വത്തിലേക്ക് നമ്മെ ചേർത്ത് വയ്ക്കുന്നു. അപ്പൊ ഈ ഒരു വാക്യം നമ്മുടെ രക്ഷയ്ക്ക് മനുഷ്യൻ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. കാരാഗൃഹ പ്രമാണി ചോദിച്ചതുപോലെ രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പൊ രക്ഷ പ്രാപിക്കുവാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, പുത്രനിൽ വിശ്വസിക്കുക. ദൈവം ഈ ലോകത്തിലേക്ക് അഴിച്ചു തന്ന പുത്രനിൽ വിശ്വസിക്കുക. അപ്പൊ അതുകൊണ്ട് മനുഷ്യർ ദൈവമക്കളായിട്ടല്ല ജനിച്ചതെന്ന് യോഹന്നാൻ വ്യക്തമാക്കുകയാണ്. ഈ ലോകത്തിൽ ആരും ദൈവമക്കളായിട്ട് ജനിക്കുന്നില്ല. പെന്തക്കോസുകാരുടെ ഭവനത്തിൽ ജനിക്കുന്നത് പോലും ദൈവമക്കളാണ് എന്നല്ല അവകാശപ്പെടുന്നുവെങ്കിലും ഈ ഒരു വചനത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ പാത്രന്റെ മക്കൾ പോലും രക്ഷ പ്രാപിക്കില്ല. കാരണം രക്ഷ എന്നത് പേഴ്സണലാണ്. പാത്രന്റെ മക്കളായതുകൊണ്ട് രക്ഷ ലഭിക്കുമെന്ന് ആരും വിചാരിക്കരുത്. രക്ഷ പേഴ്സണലാണ്. പ്രൈസ് ദി ലോർഡ്. അത് ഓരോ വ്യക്തികളും ദൈവത്താൽ പ്രാപിച്ചെടുക്കേണ്ടതാണ്. അത് ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ ദാനവും എന്ന് നാം ആദ്യം മനസ്സിലാക്കണം. അപ്പോ മനുഷ്യർ ദൈവമക്കളായിട്ടല്ല ജനിച്ചതെന്ന് യോഹന്നാൻ വ്യക്തമാക്കുകയാണ്. പ്രത്യേകിച്ച് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അഹങ്കാരത്തിന്റെ തലക്കനം അവർക്കുണ്ടായിരുന്നു. ഞങ്ങൾ ദൈവജനം, അവകാശപ്പെടുവാൻ ഒത്തിരിയുണ്ട്. പിതാക്കന്മാരും പ്രവാചകന്മാരും അരുളപ്പാടുകളും എല്ലാം അവർക്ക് ലഭിച്ചിരിക്കുന്നു. ആമോസിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് പോലെ ഭൂമിയിൽ സകല ജാതികളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തെരഞ്ഞെടുത്തിരിക്കുന്നു. അതേ ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തെരഞ്ഞെടുത്തിരിക്കുന്നു. അവർക്ക് പ്രമാണം കൊടുത്തിരിക്കുന്നു. എന്തുകൊണ്ടും അഹങ്കരിക്കാവുന്ന ഒരു വലിയ നിഗളത്തിന്റെ ഭാവത്തിൽ അവർ നടക്കുമ്പോഴാണ് യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെളിപ്പെട്ട ആ കർത്താവിന്റെ തേജസ് കണ്ട യോഹന്നാൻ വിളിച്ചു പറയുന്നത്, അവനിൽ വിശ്വസിച്ചിട്ടല്ലാതെ യഹൂദനും യവനനും റോമക്കാരനും ജാതികളും രക്ഷ പ്രാപിക്കില്ല. അപ്പൊ ജന്മനാ ദൈവമക്കളായി ജനിച്ച ആരും തന്നെയില്ല. ആർക്കും അങ്ങനെ ജനിക്കുവാനും കഴിയില്ല. മനുഷ്യൻ ജനിക്കുന്നത് നമുക്കറിയാം,
റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞതുപോലെ ഏകനാൽ സകല മനുഷ്യരിലും പാപം കെടുന്നു. അപ്പൊ മനുഷ്യന്റെ ജന്മം എന്ന് പറയുന്നത് പാപത്തിലാണ്. അവിടെയാണ് രക്ഷ പേഴ്സണൽ ആണെന്ന് വിളിച്ചു പറയുന്ന വിശുദ്ധ ബൈബിളിലെ ആദ്യത്തെ വാക്യമാണ്. പ്രൈസ് ദി ലോർഡ്. അത് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരുടെ പദവിയും അവകാശവുമാണ്. അപ്പോൾ ഇത് ദൈവം നമുക്ക് തരുന്ന പദവിയും അവകാശവുമാണ്. പ്രതികൾ ഓർത്താൽ, നമ്മൾ ഈ ലോകത്തിലെ ഏതെങ്കിലും സർക്കാർ ഓഫീസിൽ ചെന്നേച്ച് ഞാൻ ദൈവമകനാണെന്ന് പറഞ്ഞാൽ അവരംഗീകരിക്കില്ല. അവർക്ക് ആ വാക്കുകൾ ആദ്യമാ, അവരാ വാക്ക് കേൾക്കുന്നത് ആദ്യമാ. എന്നാൽ ഒരുവൻ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച, മാനസാന്തരപ്പെട്ട്, സ്നാനപ്പെട്ട്, പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട്, ആത്മാഭിഷേകം പ്രാപിച്ച്, വേർപാടിലും കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോരുന്ന ഒരു ദൈവ പൈതലെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇടവും വലവും മുമ്പും പിറകുമായിട്ട് ദൈവത്തിന്റെ ദൂതന്മാർ അവന് കാവലാണ്. ഈ ലോകം കർത്താവിനെ അറിഞ്ഞില്ല എങ്കിൽ നമ്മളെയും ഈ ലോകം ആര് എന്ന് അറിയുന്നില്ല. ഇതിലും വലിയ തെളിവ് നമുക്കും കൂടെ ഒന്ന് ബലം പ്രാപിക്കുവാനുള്ളൊരു വചനമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഹൃദയപൂർവ്വം അംഗീകരിക്കുക എന്നാണ്. എന്താണ് വിശ്വസിക്കേണ്ടത്? ആരെയാണ് വിശ്വസിക്കേണ്ടത്? ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഉദിക്കുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിനെല്ലാം ആൻസർ ഇതാണ്. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഹൃദയപൂർവ്വം അംഗീകരിക്കുന്നതാണ്. അതാ വിശ്വാസം. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഒന്ന് വിശ്വാസവും രണ്ട് സ്നേഹവുമാണ്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒന്ന് വിശ്വാസവും രണ്ട് സ്നേഹവുമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുത്ത് വന്ന ന്യായശാസ്ത്രി കൽപ്പനകളിൽ ഏറ്റവും വലിയ കൽപ്പന ഏതാ? ന്യായപ്രമാണത്തിൽ 613 കൽപ്പനകളുണ്ട്. അവൻ ന്യായപ്രമാണം നന്നായി പഠിക്കുന്നവനാ. അവൻ അറിയേണ്ടത് ഇതിൽ ഏറ്റവും വലുതേതാണ്. കർത്താവ് 613 കൽപ്പനകളെ 2 കൽപ്പനയാക്കി പുതിയ നിയമത്തില. നിന്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ വിശ്വസിച്ച് ആരാധിക്കണം. നിന്നെ പോലെ തന്നെ നിന്റെ അയൽവക്കത്തുകാരനെയും സ്നേഹിക്കണം. തീർന്നു. ക്രിസ്ത്യാനിക്ക് തന്നിരിക്കുന്ന അടിസ്ഥാനം എന്ന് പറയുന്ന ഈ 2 കാര്യമാണ്. അതുകൊണ്ട് ആ യോഗനെ പ്രാരംഭത്തെ പറഞ്ഞ അവനിൽ വിശ്വസിച്ച, അവന്റെ നാമത്തെ കൈക്കൊണ്ട. ഇപ്പൊ വിശ്വാസം എന്നത് പിതാവായ ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഹൃദയപൂർവം അത് അംഗീകരിക്കുകയാണ്. ഹൃദയപൂർവം അംഗീകരിക്കുക മാത്രം പോരാ, അത് അനുസരിക്കുകയും ചെയ്യണം. ഇവിടെ പലരും വചനമെല്ലാം അറിയാം, പക്ഷെ അത് അനുസരിക്കുവാനാണ് നമുക്ക് കഴിയാത്തത്. എന്നാൽ രക്ഷയ്ക്ക് എന്താണ്? അത് അനുസരിക്കുക കൂടി നാം ചെയ്യണം. കൈക്കൊള്ളുക എന്നത് ദൈവത്തിന്റെ ദാനമായി ക്രിസ്തുവിന് നമുക്കായി ദൈവം നൽകിയത് പൂർണ്ണ ഹൃദയത്തോടെ അംഗീകരിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് ദൈവം തന്ന ഒരു വലിയ ഗിഫ്റ്റാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ പാപകരമായ ലോകത്ത് സ്വർഗസ്ഥനായ പിതാവ് നൽകാവുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റാണ് പുത്രനായ യേശു ക്രിസ്തു. അപ്പോ 2 കൈയും നീട്ടി സ്വീകരിക്കുവാൻ നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ
പുതിയ നിയമവുമായിട്ടാണ് പോകുന്നത്. പറ്റിയാൽ 4-5 പുതിയ നിയമപ്രതികൾ കയ്യിലെടുക്കാറുണ്ട്. സുവിശേഷം പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ അവനൊരു ബൈബിൾ കൊടുക്കുമ്പോൾ അവൻ അലസതയോടുകൂടിയാണ് അത് സ്വീകരിക്കുന്നത്. എന്നാൽ ഒരു വിജാതിന് കൊടുത്തു കഴിയുമ്പോൾ അവൻ പറ്റിയാൽ അതൊന്ന് കൈയൊന്ന് കഴുകി തുടച്ച വളരെ ഭയഭക്തി ബഹുമാനത്തോടെയാണ് ആ ദൈവത്തിന്റെ വചനം അവൻ കൈ രണ്ടും നീട്ടി വാങ്ങിക്കുന്നത്. എന്റെ അനുഭവം മാത്രമല്ല, നിങ്ങളുടെയും അനുഭവം അത് തന്നെയാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ ലോകത്തേക്ക് നമുക്ക് ലഭിച്ച ഈ വലിയ ഗിഫ്റ്റ്, മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി ദൈവം ഒരുക്കി തന്ന ഈ വലിയ കൃപ, ഈ വലിയ ദാനം, ഇതിനെ എന്താണ്? ഹൃദയപൂർവം അംഗീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതില് വർണ്ണജാതി വിവേചന വ്യവസ്ഥകൾ ഒന്നുമില്ല. ആർക്കും ഓടിയെടുക്കാം. അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് പുത്രനോടുകൂടി എല്ലാവർക്കും, ലോകത്തിലെ സകല വംശങ്ങൾക്കും വന്നെടുക്കാവുന്ന ഒരു ഏക നാമമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് പത്രോസ് എല്ലാം വിളിച്ചു പറഞ്ഞത്, മേലെ ആകാശത്തിലും കീഴെ ഭൂമിയിൽ മനുഷ്യർക്കിടയിലും നൽകപ്പെട്ട ഏക നാമം കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പൊ ആ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷയുണ്ട്. യോഹന്നാൻ വ്യക്തമായി പറയുന്നതാണ്. ഇത് യോഹന്നാൻ കൈ ചൂണ്ടുന്നത് യഹൂദന്മാരോടും യവനന്മാരോടും. യഹൂദൻ അടയാളം അന്വേഷിക്കുമ്പോൾ യവനൻ ജ്ഞാനം അന്വേഷിക്കുക. അവിടെ പത്രോസ് പറയുന്നത്, ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ വേണ്ടി ഭോഷത്വമായത് തെരഞ്ഞെടുത്തു. ബലവാന്മാരെ ലജ്ജിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം ബലഹീനമായി തെരഞ്ഞെടുത്തു. അതെല്ലാം ദൈവത്തിന്റെ ഇഷ്ടമാണ്. തെരഞ്ഞെടുപ്പ് ദൈവത്തിന്റെ ഇഷ്ടമാണ്. അതുകൊണ്ട് പ്രത്യേകം നാം ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത ദൈവ കുടുംബത്തിലേക്ക് അംഗങ്ങളായിരിക്കുവാനുള്ള പദവിയാണ് ദൈവമക്കൾ എന്നത്. ഒന്നാലോചിച്ച് നോക്കിക്കേ, വല്ല യോഗ്യതയുമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലും പരലോകത്തിലും നമുക്ക് ഈ പദവിയെ നൽകി ദൈവം നമ്മെ മാനിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 1:12 നമുക്കെല്ലാം ഏറ്റവും അനുഗ്രഹത്തിന്റെയും ഒരു വാഗ്ദത്തത്തിന്റെയും വാക്കാണ്. അത് അങ്ങനെ തന്നെ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, നമുക്ക് 13ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ അവിടേക്ക് നാം വായിക്കുന്നത്, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചതാ. അപ്പൊ ദൈവ കുടുംബത്തിലെ ഒരാള് ജനിക്കുന്നത് ഈ ലോകത്തിന്റെ ഭൗതിക ലോകത്ത് ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലെ അല്ല എന്ന്. അപ്പൊ അതിന്റെ ജനനത്തെ കുറിച്ചും കൂടെ പറയുകയാണ്. ഈ എഴുതുന്ന ആൾക്കാരുടെ വിദ്യാഭ്യാസ യോഗ്യത ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്ത് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരുന്നത്? ഹേരോദാവിന്റെ കൊട്ടാരത്തില് ചരിത്രമൊന്ന് പഠിക്കുമ്പോൾ ഈ മീനും ഉണക്കമീനും എല്ലാം കൊടുക്കുന്ന ഒരു ഔദ്യോഗിക ഒരു പദവി യോഹന്നാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഹേരോദാവിന്റെ കൽത്തളത്തിലേക്ക് കയറുവാൻ യോഹന്നാൻ അങ്ങനെ ഒരു അധികാരം ലഭിച്ചിരുന്നു. അത് ചരിത്രകാരന്മാർ പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിനെ ഹേരോദാവും മഹാപുരോഹിതന്മാരുമെല്ലാം ഇത് ഓരോ കോടതികൾ മാറി മാറി ന്യായം വിധിക്കുമ്പോൾ യോഹന്നാൻ അവിടെ പാസില്ലാതെ കടന്നു ചെല്ലുവാനുള്ള ഒരു അധികാരമുണ്ട്. ആ യോഹന്നാന്റെ കെയർ ഓഫിലാണ് കോഴി കൂകുന്നതിന് മുമ്പ് നീ എന്നെ തള്ളിപ്പറയുമെന്ന് പറഞ്ഞ പത്രോസും കയറിയത്. ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഞാൻ ആ യോഹന്നാന്റെ വിദ്യാഭ്യാസ യോഗ്യത
അപ്പൊ അവനിൽ വിശ്വസിച്ച് അവന്റെ നാമത്തെ കൈക്കൊണ്ട് ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം ലഭിച്ചു എന്ന് പറഞ്ഞ് 13ാം വാക്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പറയുകയാണ്, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പൊ അവരുടെ ജനത്തെയും കുറിച്ച് ആ ക്ലാരിഫിക്കേഷൻ ക്ലിയർ ആക്കുകയാണ്. എങ്ങനെയാണ് പുതുജനനം അഥവാ വീണ്ടും ജനനം ഒരു പ്രവൃത്തിയാണ്. ദൈവമക്കളെ പ്രത്യേകം ഓർക്കണം, ഒരുവൻ ക്രിസ്തുവിൽ ജനിക്കുക എന്ന് പറഞ്ഞ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രവൃത്തിയാണെന്ന്. വെള്ളത്തിൽ വീണാൽ താന്നു പോകുന്ന ലോക കഷ്ടങ്ങളെ കോർത്തിണക്കി ക്യൂരിയോസിറ്റിയായും മംഗളയാനായിട്ടും 66,000 ലക്ഷം കിലോമീറ്റർ ദൂരമുള്ള ചൊവ്വാഗ്രഹത്തിലേക്ക് അയക്കുന്ന മനുഷ്യന്റെ 1300 ഗ്രാം തൂക്കം വരുന്ന തലച്ചോറ് കൊണ്ട് മനുഷ്യന് അസാധ്യമായതൊന്നുമില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. അത്രമാത്രം ബുദ്ധിപരമായ ഒരു തലച്ചോറാണ് മനുഷ്യന് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ആ മനുഷ്യൻ ദൈവത്തിൽ നിന്നും ജനിക്കണമെങ്കിൽ അവന്റെ ഈ ലോകത്തിലെ ബുദ്ധി പോരാ എന്ന് അതാ ഈ വാക്യം നമ്മെ വ്യക്തമാക്കുന്നത്. പുതുജന്മം അഥവാ വീണ്ടും ജന്മം ഒരു പ്രവൃത്തിയാണ്. അത് മനുഷ്യന്റെ പ്രവൃത്തിയല്ല, മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല, അത് ദൈവത്തിന്റെ ദാനമാണെന്ന്. ലോകം അവനെ അറിഞ്ഞില്ല എങ്കിലും, യഹൂദജാതി അവനെ കൈക്കൊണ്ടില്ല എങ്കിലും, നിത്യജീവനായിട്ട് നിയോഗിക്കപ്പെട്ടവരെല്ലാവരും അവനെ കൈക്കൊണ്ടു. യഹൂദരവനെ കൈക്കൊണ്ടില്ല. പിന്നെ എന്താ, യവനന്മാരും അവനെ കൈക്കൊണ്ടില്ല, തള്ളിക്കളഞ്ഞു. എന്നാൽ നിത്യജീവനായിട്ട് നിയോഗിക്കപ്പെട്ടവര് അവനിൽ വിശ്വസിച്ചു എന്നാണ് നാം അവിടെ കാണുന്നത്. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ ഇപ്രകാരം പറയുന്നത്, ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ച് ദൈവവചനത്തെ മഹത്വപ്പെടുത്തി, ദൈവവചനത്തെ മഹത്വപ്പെടുത്തി നിത്യജീവനായി നിയോഗിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ച കർത്താവിനോട് ചേർന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ നാം വായിക്കുന്നത് പോലെ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഭൂമിയിലെ സഭ എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ദൈവസഭയാണ്. അത് ഭൂമിയിലെ ദൈവ കുടുംബമാണ്. ആ കുടുംബത്തിലേക്ക് രക്ഷിക്കപ്പെടുന്നവരെ ചേർത്തുകൊണ്ടിരുന്നു. എങ്ങനെ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരെ. അപ്പോൾ പുനർജന്മം പിന്തുടർച്ചയാലോ സ്വന്തം ഇഷ്ടത്താലോ മാനുഷ്യ ശക്തി കൊണ്ടോ സാധിക്കുന്ന ഒന്നല്ല എന്ന് നാം മനസ്സിലാക്കണം. ജാതികളുടെ ഇടയിൽ ക്രിസ്ത്യാനിയും ഇസ്ലാമും ഒഴിച്ച, യഹൂദനും ഒഴിച്ച ഈ 3 ജാതി ഒഴിച്ച് ബാക്കി എല്ലാവരും പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരാ. ബാക്കി എല്ലാവരും പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരാ. എന്നാൽ യഹൂദനും ഇസ്ലാമും ഈ ഭൗതിക ജീവിതത്തിൽ ഒരു പുനർജന്മത്തെക്കുറിച്ച് അവർ പഠിപ്പിക്കുന്നില്ല. അത് ഈ വാക്യത്തിന്റെ പ്രാധാന്യത നാം മനസ്സിലാക്കണം. നിക്കോദിമോസ് കർത്താവിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ ചോദിച്ചതുപോലെ, ഇനി വീണ്ടും ജനിക്കാൻ ഞാൻ അമ്മയുടെ ഉദരത്തിലേക്ക് കടന്നു പോകണോ? നോ. ഈ വാക്യത്തിന്റെ തനതായ മീനിങ് കർത്താവ് നിക്കോദിമോസുമായി സംസാരിക്കുമ്പോൾ തരികയാണ്. അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു പുനർജന്മം എന്ന് പറയുന്നത് ഇതൊരു ആദ്യത്തെ സംഭവമാണ്. ഇത് കേൾവിക്കാർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാകുകയാണ്. എല്ലാവരും മരിച്ചിട്ടാണ് പുനർജന്മം. പട്ടിയും പൂച്ചയും ആ ജീവചക്രത്തിലായി അവസാനം ബ്രാഹ്മണനായി ജനിച്ച മരിച്ച ബ്രഹ്മത്തിലേക്ക് ചേരുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ ക്രിസ്ത്യാനിറ്റി മാത്രം
യഹൂദനില്ല, ഇസ്ലാമില്ല. അബ്രഹാമിക മതങ്ങളായ യഹൂദനും ഇസ്ലാമുമില്ല. ക്രിസ്ത്യാനിറ്റി മാത്രം വിശ്വസിക്കുകയാണ് ഭൗതികമായി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വീണ്ടും ജനിക്കാം. വിശുദ്ധ ബൈബിൾ പുതിയ നിയമം മാത്രം പറയുന്ന പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ വീണ്ടും ജനിച്ചവരെങ്കിൽ ദൈവമക്കളെ ഓർക്കണം, നമ്മുടെയൊക്കെ ആ പദവി നമ്മുടെ ഇഷ്ടം കൊണ്ടോ നമ്മുടെ കുലമഹിമ കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ഒന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. തേടി വന്ന ആ സ്നേഹം അത് വിശ്വസിക്കാൻ കഴിഞ്ഞതുപോലും നമ്മുടെ മിടുക്കല്ല. എഫേസ്യ ലേഖനം 2:8 കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, നിങ്ങളുടെ പ്രവൃത്തികളും അതിന് കാരണമല്ല, ദൈവത്തിന്റെ ദാനം എത്രയാകുന്നതാ. ഒരാളെ കർത്താവ് നമ്മുടെ അടുക്കലേക്ക് സുവിശേഷം പറയുവാൻ അഴിച്ചുവെങ്കിൽ ആ മനുഷ്യൻ പറഞ്ഞ സുവിശേഷം വിശ്വസിച്ചതുപോലും എൻ്റെ മിടുക്കല്ലെന്ന്, ആ സുവിശേഷം വിശ്വസിച്ച് ആമീൻ പറഞ്ഞതുപോലും എൻ്റെ മിടുക്കല്ലെന്ന്. കാരണം എന്താ? ലോകാരംഭത്തിനു മുമ്പേ ക്രിസ്തുയേശുവിൽ ദത്തെടുക്കപ്പെട്ടവർ, നിയോഗിക്കപ്പെട്ടവർ, അവനിൽ വിശ്വസിച്ച നിത്യജീവനിലേക്ക് കടന്നവർ അല്ലെങ്കിൽ കടക്കുവാനുള്ളവർ. നമുക്കറിയാം 10,000 പേരോട് സുവിശേഷം അറിയിച്ചു കഴിയുമ്പോൾ രക്ഷ പ്രാപിക്കുന്നവർ 10 പേര് മാത്രമാണ്. 10,000 പേരോട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷയുടെ സുവിശേഷം അറിയിക്കുമ്പോൾ രക്ഷിക്കപ്പെടുന്നവർ 10 പേര് മാത്രമാണ്. അപ്പൊ എല്ലാവർക്കും ഇത് പറഞ്ഞിട്ടുള്ളതാണോ? എല്ലാവർക്കും രക്ഷ വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഉത്സവത്തിന്റെ ഒടുക്കത്തെ ദിവസം കർത്താവ് നിന്ന് പറഞ്ഞു, ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എൻ്റെ ഉള്ളിൽ നിന്നും ജീവൻ നീരുറവ ഒഴുകുകയാ. ഇരിമ്യാവിന്റെ പുസ്തകത്തിൽ യഹോവയായ ദൈവം ഇരിമ്യാവിനോട് പറഞ്ഞതുപോലെ ഈ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. ജീവന്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ചു, വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ തന്നെ ആശ്രയിച്ചിരിക്കുന്നു. എന്താ? അവിശ്വാസവും അന്ധവിശ്വാസവും. ജീവനുള്ള ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് വെള്ളമില്ലാത്ത പൊട്ടക്കിണറിനെ ആശ്രയിക്കുന്ന ദൈവജനം. എന്താ പൊട്ടക്കിണറിന്റെ അവസ്ഥ? നമുക്കറിയാം. അത് ചപ്പും ചവറും എല്ലാവരും കൊണ്ടുപോയിടും. ഉപയോഗമില്ലാത്ത കിണറില് വഴിയെ പോകുന്നവൻ പോലും ചപ്പും ചവറും വലിച്ചെറിഞ്ഞു കളയും. അപ്പൊ ദൈവത്തെ അന്വേഷിക്കാത്തവന് എന്താണ് അവന്റെ അനുഭവം എന്ന് പറയുന്ന? പൊട്ടക്കിണറിന്റെ അനുഭവമാ, വെള്ളമില്ലാത്ത അനുഭവമാ, എല്ലാവരാലും തള്ളപ്പെട്ട അനുഭവമാ. ഒരു പ്രയോജനവും ആർക്കും ഇല്ലാത്ത ഒരു അനുഭവം, പൊട്ടക്കിണറിന്റെ അനുഭവം. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കണം, പുനർജന്മം പിന്തുടർച്ചയാലോ സ്വന്തം ഇഷ്ടത്താലോ മാനുഷിക ശക്തി കൊണ്ടോ സാധിക്കുന്ന ഒന്നല്ല എന്ന് നാം മനസ്സിലാക്കണം. ദൈവമക്കൾ ദൈവത്തിൽ നിന്നും ജനിച്ചവരാണ്. അപ്പോൾ ഒരുവൻ ദൈവമക്കളായിട്ട് ജനിക്കണമെങ്കിൽ അത് ദൈവത്തിൽ നിന്നും ദൈവത്തിന്റെ ഹൃദയപ്രകാരമാണ്. അത് ഇന്നലെ നടക്കുന്ന പ്രവൃത്തിയൊന്നും അല്ലെന്നേ. ഓടിച്ചെന്നൊന്നും നടക്കാവുന്ന കാര്യമല്ല ഇത്. ആത്മീയ ജനനം ശാരീരിക ജനനത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ആത്മീയ ജനനം ഒരു കുഞ്ഞ് ശാരീരികമായി ജനിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമാണ്. പ്രൈസ് ദി ലോർഡ്. രക്തത്തിൽ നിന്നല്ല, സാധാരണ ജനം സ്ത്രീ പുരുഷ ബന്ധം മുഖാന്തരമുണ്ടാകുന്നു. നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിക്കുന്നത് സ്ത്രീ പുരുഷ ബന്ധത്താലാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. എന്നാൽ ആത്മീയ ജനനം അങ്ങനെയല്ല. ആത്മാവിൽ ജനിക്കുന്നത് അങ്ങനെയല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല. ശാരീരിക ജനനത്തിന് പുരുഷൻ സജീവമായി പങ്കുവഹിക്കുന്നുണ്ട്. ഈ ലോകത്ത് ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് പുരുഷന്റെ പങ്ക് വലുതാ. എന്നെ കേൾക്കുന്ന സഹോദരിമാര് ഒട്ടും മുഖം തിരിച്ചു കളയരുത്, നിങ്ങളുടെ പങ്കുമുണ്ട്. എന്നാൽ പുരുഷന്റെ ആ പങ്കാളിത്തം വലുതാണ് എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആത്മീയ ജനനം ദൈവത്തിന്റെ ഇഷ്ടത്താലും ദൈവത്തിൽ നിന്നുണ്ടായതുമാണ്.
അപ്പോൾ ഒരുവൻ ആത്മീയമായി ജനിക്കണമെങ്കിൽ അത് ദൈവത്തിൻ്റെ ഹിതത്താലും ഇഷ്ടത്താലുമാണ്. ഭൗതിക ലോകത്ത് ഒരുവൻ ജനനത്താലാണ് പ്രവേശിക്കുന്നത്. ഈ ലോകത്തേക്ക് നാം ജനിച്ചത് നമുക്കൊരു മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. എത്ര അനാഥനാണെന്ന് പറഞ്ഞാലും അവനൊരു മാതാപിതാക്കളില്ലാതെ ഈ ലോകത്തേക്ക് ജനിക്കുകയില്ല. അപ്പോൾ ഒരു മനുഷ്യന്റെ ജനനം അല്ലെങ്കിൽ ഒരുവൻ ഈ ലോകത്ത് ജനിക്കുന്നത്, ഭൗതിക ലോകത്തേക്ക് ജനിക്കുന്നത്, അതിനെന്താണ്? രണ്ടുപേരുടെ പങ്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരുവൻ ദൈവവൈതലായി തീരേണ്ടതിന് ഒരു രണ്ടാം ജന്മം അനിവാര്യമാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു വീണ്ടും ജന്മം, ഒരു പുനർജന്മം, പുതുജനനം, മാനസാന്തരം, രക്ഷിക്കപ്പെടുക എന്ന പ്രയോഗങ്ങളാണ് ഈ അനുഭവത്തോടെ ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്താ പുതുജനനം പ്രാപിക്കുന്നത്? പ്രതികൾ ഓർക്കണം, രക്തത്താൽ അല്ല എന്ന് അവിടെ യോഹന്നാൻ വ്യക്തമാക്കുകയാണ്. ക്രിസ്തീയ മാതാപിതാക്കളാൽ ജന്മം കൊണ്ട ഒരുവൻ ക്രിസ്ത്യാനിയാകുന്നില്ല. അപ്പനും അമ്മയും ക്രിസ്ത്യാനി ആയതുകൊണ്ട് ജനിക്കുന്ന കുഞ്ഞ് ക്രിസ്ത്യാനിയാകണമെന്ന് ഒരു വ്യവസ്ഥയുമില്ല. ഈ ലോകം കൊടുക്കുന്ന പട്ടമാ. രക്തബന്ധത്താൽ മാതാപിതാക്കളിൽ നിന്നും കുട്ടികളിലേക്ക് പകരപ്പെടുന്ന ഒന്നല്ല രക്ഷ. അപ്പൊ രക്ഷ എന്നത് തലമുറയായി പകർന്നു വരുന്നതല്ല. രക്ഷ വിശുദ്ധ ബൈബിൾ പ്രകാരം വിശ്വസിച്ച് രക്ഷ പ്രാപിക്കേണ്ടതാണ്. അപ്പൊ രക്ഷ എന്നത് വിശ്വാസത്താൽ നേടേണ്ടതാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 10-ാം അധ്യായത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്, യേശുവിനെ കർത്താവ് എന്ന ഹൃദയത്തിൽ വിശ്വസിച്ച് നാവുകൊണ്ട് അവൻ എൻ്റെ രക്ഷിതാവും ദൈവവുമെന്ന് എൻ്റെ രക്ഷയ്ക്കായി ഏറ്റുപറയുന്നുവെങ്കിൽ നാം രക്ഷിക്കപ്പെടുമെന്ന് ധന്യനായ പൗലോസ് പറഞ്ഞതുപോലെ, അപ്പോൾ അപ്പനും അമ്മയും ക്രിസ്ത്യാനി ആയതുകൊണ്ടോ പെന്തക്കോസ്തുകാരായതുകൊണ്ടോ ഒന്നും ആ രക്ഷ ആ ശരീരത്തിലേക്ക് പകർന്നു ലഭിക്കുന്നില്ല. അത് തികച്ചും പേഴ്സണലാണ്. രക്ഷ എന്നത് തികച്ചും പേഴ്സണലാണ്. അപ്പനും അമ്മയും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ മക്കളും രക്ഷിക്കപ്പെട്ടേ പറ്റൂ. രക്ഷാവാചകം ഏറ്റു പറഞ്ഞ വിശുദ്ധ സഭയുടെ 7 അടിസ്ഥാന ഉപദേശങ്ങളുമായിട്ട് അവരുടെ ജീവിതകാലം മുഴുവൻ വിശുദ്ധിയോട് ജീവിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അത് ജഡത്തിന്റെ ഇച്ഛയാൽ സംഭവിക്കുന്നതല്ല. വീണ്ടും ജനനം എന്നത് ജഡത്തിന്റെ ഇഷ്ടത്താലൊന്നും സംഭവിക്കുന്നതല്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പുതുജന്മം അനുഭവഭേദ്യമാക്കുവാൻ പര്യാപ്തമായ ശക്തി ഒരുവന്റെ ജഡത്തിൽ വസിക്കുന്നില്ല. ചിലർ ചിന്തിക്കുന്നത് പോലെ ഇത് എവിടെയോ ഒളിച്ചു കിടന്നതാ, ആ സമയമായിട്ട് ഇപ്പോൾ രക്ഷിക്കപ്പെട്ടു. ഒന്നുമില്ല, ഒരു ഒളിച്ചു കിടന്നതുമല്ല. രക്ഷ ഒന്നും ശരീരത്തിൽ ഒളിച്ചു കിടക്കുന്ന ഒരു പ്രക്രിയയല്ല. പ്രത്യേകം ഓർത്തു നോക്കിക്കേ, ഈ വിശ്വാസത്തിലേക്ക് വന്നവരാരും സ്വയമേ വന്നതല്ല. വന്നു കഴിഞ്ഞതിന് ശേഷമാണ് അവരറിയുന്നത് ഇത് ലോകാരംഭത്തിന് മുമ്പേ, അമ്മയുടെ വയറ്റിൽ പിണ്ടാകാരമാകുന്നതിന് മുമ്പേ ദൈവം എന്നെ വിളിച്ചിരുന്നു എന്നറിയുന്നത്. അപ്പോഴാണ് പലരും സാക്ഷ്യം പറയുന്നത്, കുറച്ചും കൂടെ മുമ്പേ വരാമായിരുന്നു പാസ്റ്ററെ, കുറച്ചും കൂടെ മുമ്പേ വരാമായിരുന്നു. ഞാൻ പറഞ്ഞ അപ്പച്ച അങ്ങനെയല്ല, ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്, ആ സമയത്ത് വരുവാനാ. നിങ്ങൾ ഈ ലോകത്ത് ചെയ്യേണ്ട അതിക്രമങ്ങളെല്ലാം ചെയ്ത് നിങ്ങളുടെ മാനസാന്തരത്തിന്റെ അനുഭവം ദൈവസന്നദ്ധിയിൽ ഏറെ ഗുണകരമായി തീരേണ്ടതിന്, അധികം ചെയ്തവന് അധികം ഇളച്ചു കിട്ടുന്ന അനുഭവം. അപ്പം അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തെ അനുസരിച്ച് കടന്നു വന്നു കഴിയുമ്പോൾ അത് ഏത് പ്രായമെന്നില്ല. പ്രത്യേക ഓർക്കണം, 90 വയസ്സ് വരെയും കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയാതെയും വിശ്വസിക്കാതെയും ജീവിച്ച ഒരു മനുഷ്യൻ 90-ാമത്തെ വയസ്സിൽ ആ മനുഷ്യനോട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പറഞ്ഞ ആ മനുഷ്യൻ രക്ഷിക്കപ്പെട്ട് ഈ വിശ്വാസത്തിൽ കടന്നു വന്നാൽ, വിശുദ്ധ ബൈബിൾ പ്രകാരം നാം മനസ്സിലാക്കേണ്ടത് 90 വർഷം വരെയും ആ മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ച ചെയ്തു പോയ പാപങ്ങളെ എല്ലാം ദൈവം ഓർക്കാതെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ എറിഞ്ഞു കളഞ്ഞിട്ട്
ദൈവം ആ മനുഷ്യന്റെ രക്ഷിക്കപ്പെട്ട ആ ഒരു ദിവസത്തെ മുതൽ എണ്ണി തുടങ്ങുകയാണ്. അതാ ദൈവനീതി എന്ന് പറയുന്നത്. മുമ്പന്മാരെല്ലാം ബിംബന്മാരും ബിംബന്മാരെല്ലാം മുമ്പന്മാരുമാകുന്ന ആ ദൈവത്തിന്റെ നീതി. പ്രൈസ് ദി ലോർഡ്. അപ്പോ രക്ഷ അവകാശമാക്കുന്ന പ്രക്രിയയിൽ ഒരുവന്റെ ഇച്ഛയ്ക്ക് പങ്കുണ്ടെങ്കിലും മനുഷ്യനെ രക്ഷിപ്പാൻ സാധ്യമല്ല. അപ്പൊ രക്ഷ എന്ന് പറയുന്നത് രക്ഷ അവകാശമാക്കുന്ന പ്രക്രിയയിൽ ഒരു മനുഷ്യന്റെ ഇച്ഛയ്ക്ക് പങ്കുണ്ട്. അതിൽ ഒരു 10% പങ്ക് നമ്മുടെ ഉണ്ട്. ബാക്കി 90% നമ്മുടെ ഇഷ്ടത്താലല്ല രക്ഷ നടക്കുന്നത്. മനുഷ്യനെ രക്ഷിപ്പാൻ സാധ്യമല്ല. ഒരു മനുഷ്യനെ രക്ഷിപ്പാൻ സാധ്യമല്ല. മനുഷ്യരിൽ നിന്നും പകർന്നു കിട്ടുന്ന ഒന്നല്ല രക്ഷ. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രസംഗകന്റെ ഒരു പ്രസംഗം കേട്ടിട്ട് ഉണ്ടാകുന്നതല്ല രക്ഷയെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രസംഗികനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ കർത്താവിൽ വിശ്വസിക്കാത്ത ആരെങ്കിലും എൻ്റെ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ കർത്താവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ ഇച്ഛിക്കുന്നുണ്ട്. എന്നാൽ അത് എൻ്റെ ഇച്ഛയാണ്, എൻ്റെ ആഗ്രഹമാണ്. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി പോലെയാണ് ഒരു മനുഷ്യൻ രക്ഷ പ്രാപിക്കുന്നത്, രക്ഷിക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രതികൾ ഓർക്കണം, എത്ര കൊടും കുറ്റവാളിയാണെങ്കിലും ദൈവത്തിൻ്റെ ഒരൊറ്റ വചനം അവൻ്റെ ഹൃദയത്തിലേക്ക് ചാട്ടുളി പോലെ തറച്ചു കയറുമ്പോൾ അവൻ താനായിരുന്ന അവസ്ഥകളെ എല്ലാം ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി വിലാപത്തോടും കരച്ചിലോടും കൂടെ താൻ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നതാണ് യഥാർത്ഥ മാനസാന്തരം എന്ന് പറയുന്നത്. അതാ യഥാർത്ഥ രക്ഷ എന്ന് പറയുന്നത്. ആ ഒരു പാപബോധം ദൈവത്താലാണ് മനുഷ്യരിലേക്ക് കടന്നു വരുന്നത്. അതിൽ മനുഷ്യന്റെ പങ്ക് വളരെ ചുരുക്കം % മാത്രമാണ്. അപ്പോൾ പൊതുജനം സംഭവിക്കുന്നത് ദൈവത്തിൽ നിന്ന് എത്ര എന്നാണ് യോഹന്നാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരുവൻ പൊതുജനം പ്രാപിക്കുന്ന ദൈവത്തിനാണ് മുഴുവൻ മഹത്വവും. ചുരുക്കി പറഞ്ഞാൽ പൊതുജനത്തിന്റെ ശക്തി അധിവസിക്കുന്നത് മറ്റ് യാതൊരു വ്യക്തികളിലുമല്ല, ദൈവത്താൽ മാത്രമാണെന്ന് ഇവിടെ പറയുകയാണ്. അപ്പൊ രക്ഷ പ്രാപിക്കുന്നതിൽ മഹത്വവും അത് ദൈവത്താലാണ്. അത് ദൈവത്തിന് തന്നെ കൊടുക്കേണ്ടതാണ്. നമ്മളൊക്കെ ദൈവകരങ്ങളിൽ എന്താണ്? ഇണങ്ങിയ ഒരായുധമാണ്, നമ്മളൊരു ഉപകരണമാണ്. വിശ്വസ്തനായ ദാസന്മാരെ ദൈവം തെരഞ്ഞെടുക്കുന്നത്, ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുവാനാണ്. എന്താ വിശ്വസ്തൻ എന്ന് പറയുന്നത്? ഒരു ക്ലാസ്സിൽ 30 കുട്ടികളുണ്ട്. അധ്യാപകൻ രാജുവിനെ വിളിച്ചു. ഒരു പേനയെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വൈശാഖിന്റെ കയ്യിൽ ഏൽപ്പിക്കണം. രാജു അത് വൈശാഖിനെ ഏൽപ്പിക്കാതെ മറ്റൊരാളെ ഏൽപ്പിക്കുന്നുവെങ്കിൽ അവൻ ആ സാറിന് മുന്നിൽ വിശ്വസ്തനല്ല. എന്നതുപോലെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ സുവിശേഷം ലോകത്തിലെ മറ്റുള്ളവരെ ഏൽപ്പിക്കുവാൻ നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകം ഓർക്കണം, ദൈവം നമ്മളെ അതിനായിട്ട് വിളിച്ചിരിക്കുന്നു. നമ്മൾ അറിഞ്ഞ ഈ സത്യം ഈ ഭവനത്തിലേക്ക്, ദൈവഭവനത്തിലെ അംഗമായതിലെ ആ ഒരു സന്തോഷം നമ്മൾ മറ്റുള്ളവരെയും വിളിച്ചറിയിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് സ്വർഗീയ ദൂതൻ പ്രത്യക്ഷനായി പറഞ്ഞത്, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള വലിയ മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷ എന്ന് പറയുന്നത് ലോകത്തിലെ മഹാസന്തോഷമാണ്. ആ സന്തോഷം നമ്മൾ അനുഭവിച്ചിട്ട് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കരുത്. അതിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ തിരുവിതാംകൂറിൽ നടന്ന ഒരു കഥയെ ഞാൻ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. ഒരു രാജകൊട്ടാരത്തില് വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു.
അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരു ക്രയവിക്രയ നടത്തിയതിൽ എന്തോ ഒരു പാകപ്പിഴ കണ്ടു കഴിഞ്ഞപ്പോൾ രാജാവ് ആ മനുഷ്യനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. ഈ വിവരം അദ്ദേഹത്തെ അതുമൂലം തടവറയിലാക്കി. വിവരമറിഞ്ഞ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ കാണാൻ ചെന്നു. അവസരം ലഭിച്ചു. അദ്ദേഹം തന്റെ നിരപരാധിത്വം തന്റെ ഭാര്യയോട് പറഞ്ഞു. ഭാര്യ തന്റെ ഭർത്താവ് നിരപരാധി എന്ന് മനസ്സിലാക്കി രാജകൊട്ടാരത്തിലേക്ക് ചെന്ന് രാജാവിനെ അറിയിക്കുവാൻ കടന്നു ചെന്നപ്പോൾ പ്രവേശനം ലഭിച്ചില്ല. ആ സ്ത്രീ ആ കൊട്ടാരത്തിന്റെ വാതിക്കൽ, ആ പടിവാതിക്കൽ രാജാവിന്റെ മനസ്സലിയുന്നതും കാത്തവള് കാത്തിരുന്നു. മഞ്ഞും മഴയും വെയിലും കൊണ്ട 3 ദിനരാത്രങ്ങൾ അവൾ കാത്തിരുന്നു. അവസാനം രാജാവ് അവളെ കാണുവാനിടയായി തീർന്നു. അതാരാണെന്ന് അന്വേഷിച്ചു. കയറ്റിവിടുവാൻ അധികാരം കൊടുത്തു. അങ്ങനെ അവളെ വന്ന തന്റെ ഭർത്താവിന്റെ നിരപരാധിത്വം പറഞ്ഞു. രാജാവിന് മനസ്സിലായി. കോപിഷ്ഠനായ രാജാവ് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ രാജാവ് ഉടനെ തന്നെ ഒരു കത്തെഴുതി. അവനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്ന രാജാവ് ഉടനെ തന്നെ ഒരു കത്തെഴുതി വിശ്വസ്തനായ ഒരു മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അന്നൊക്കെ ഈ അഞ്ചലോട്ടം എന്ന് പറഞ്ഞ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഈ പോസ്റ്റ്മാന് അന്ന് അഞ്ചലോട്ടക്കാരെന്നാ വിളിച്ചിരുന്നത്. അതുപോലെ ദൂതറിയിക്കുവാൻ രാജകൊട്ടാരത്തിൽ നിന്നും ഓടി ചെന്ന് രാജാവിന്റെ അരുളപ്പാടുകൾ അറിയിക്കുന്ന അല്ലെങ്കിൽ ആ കത്ത് കൊടുക്കുന്ന ഒരു അഞ്ചലോട്ടക്കാരനുണ്ടായിരുന്നു. അവനെ ഏൽപ്പിച്ചു. ഈ മനുഷ്യനെ കൊല്ലുവാൻ ഒരൊറ്റ ദിവസമേ ഉള്ളൂ. അവൻ ഓടി. അവൻ ആ തടവറ അയാളെ കടത്തിയിരിക്കുന്ന ജയിലിലേക്ക് ഓടുവാനിടയായി തീർന്നു. അങ്ങനെ ഓടുമ്പോൾ അദ്ദേഹത്തിന്റെ വീട് ആ പോകുന്ന വഴിക്കായിരുന്നു. അദ്ദേഹം ഓടി വിഷമിച്ച് ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോഴാണ് തന്റെ ഭാര്യ പലചരക്ക് സാധനമെല്ലാം വാങ്ങിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ ഇദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി സംഭാരമെല്ലാം കൊടുത്ത് വിശറി കൊണ്ട് വീശിക്കൊടുത്ത് ആ വേർപ്പുകളെല്ലാം മാറിപ്പോകുന്നത് വരെ, ഒരു ആശ്വാസം ലഭിക്കുന്നത് വരെ വീശിക്കൊണ്ട് ആശ്വാസത്തോടെ ഇരുത്തി ഭക്ഷണം കഴിക്കുവാൻ നിർബന്ധിച്ചു. രുചികരമായ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി ആ മനുഷ്യന് കൊടുത്തു. ആ മനുഷ്യൻ അപ്പോൾ വൈകി. അപ്പോൾ ഇന്ന് കിടന്ന് നാളെ രാവിലെ പോകാമെന്ന് നിർബന്ധിച്ചു. അങ്ങനെ ആ മനുഷ്യൻ എന്ത് ചെയ്തു? അന്ന് ആ ഭവനത്തിൽ പാർത്തു, സ്വന്തം ഭവനത്തിൽ പാർത്തു. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം എഴുന്നേറ്റ് ഓടിച്ചെന്ന ആ ജയിലിൽ കത്ത് കൊടുക്കുമ്പോൾ ആ മനുഷ്യനെ തൂക്കിക്കൊന്ന അദ്ദേഹത്തിന്റെ ബോഡി ഭാര്യ ഏറ്റുവാങ്ങുന്നതാണ് അദ്ദേഹം കാണുന്നത്. രാജാവിന്റെ കത്ത് അവിടുത്തെ ഉള്ള അധികാരികൾ തുറന്ന് വായിക്കുമ്പോൾ അവർ ഞെട്ടിപ്പോയി. അവസാനം അവർ രാജകൊട്ടാരത്തിൽ അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഈ വിശ്വസ്തനല്ലാത്ത, ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞ, ഈ വിശ്വസ്തനല്ലാത്ത വേലക്കാരനെ കൊന്നുകളയുവാനിടയായിത്തു. എന്തിനാ ഇത് പറയുന്നത്? നമ്മളെയും ആ അഞ്ചലോട്ടക്കാരനെ പോലെ ഈ രക്ഷ പ്രാപിപ്പാനുള്ള, അനേകരെ നരകത്തിലേക്ക് അഴയ്ക്കുവാനുള്ള, അനേകരം നരകത്തിൽ ചെന്ന പീഡ അനുഭവിപ്പാനുള്ളവരെ രക്ഷപ്പെടുത്തേണ്ടതിനുള്ള ആ അധികാരം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ മഹാ സന്തോഷത്തിന്റെ സുവിശേഷം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആഞ്ചലോട്ടക്കാരൻ കാണിച്ചതുപോലെ നമ്മളും അലസരായിരിക്കരുത്. കാണുന്നവരോട് ഈ കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവാനും ഈ ക്രിസ്തീയ സന്ദേശം അവരെ അറിയിക്കുവാനും അവരെ ഈ രക്ഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുത്തുവാനും എന്നെ കേൾക്കുന്ന ഏവരോടും ഈ പകൽക്കാലം ദൈവനാമത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ അതിന് അറ്റവും വാലും വേണമല്ലോ.
അപ്പോൾ ഈ രക്ഷയുടെ സന്ദേശം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ ഒരഞ്ചലോട്ടക്കാരാണ്. നമ്മളും ഈ രക്ഷയുടെ സന്ദേശം അനേകര് അറിയിക്കേണ്ടതാണ്. അനേകര് നരകത്തിൽ ചെന്ന യാതന, ആ പീഡ അനുഭവിക്കുന്നിടത്ത് നിന്ന് അവരെ രക്ഷപ്പെടുത്തേണ്ടതിന്, അവന് നിത്യജീവങ്കിലേക്ക് നടത്തേണ്ടതിന് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കത്താണ് സുവിശേഷം എന്ന് പറയുന്നത്. അത് നമ്മുടെ അലസത മൂലം, മറ്റുള്ളവരുടെ അലസത മൂലം നമ്മൾ നഷ്ടമാക്കി കളയരുത്. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ 14-ാമത്തെ വാക്യം പറയുന്നത്, വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിന്റെ മടിയിലിരിക്കുന്ന പുത്രന്റെ തേജസ് ആയിക്കണം. തൊട്ടടുത്ത വാക്യമാണ്. ആധികാരികമായിട്ട് 12-13 വാക്യങ്ങൾ പറഞ്ഞിട്ട് 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിലും പ്രധാനപ്പെട്ടൊരു വേദഭാഗമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. പിതാവായ ദൈവത്തോടു കൂടെ നിത്യതയിൽ ഉണ്ടായിരുന്ന ദൈവപുത്രൻ മനുഷ്യനായി ലോകത്തിലേക്ക് വരുവാൻ അവന് മനസ്സായി അവനെ നമ്മുടെ ഇടയിൽ പാർത്തു എന്ന്. എന്താണ് പുത്രൻ എന്താണ് ചെയ്തത്? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസ രൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്ന അവൻ നമ്മുടെ ഇടയിൽ പാർത്തു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ദൈവമൊക്കെ വന്ന് പാർക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സാമാന്യ ലോകബുദ്ധിക്ക് അനുസരിച്ച് ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ദൈവമായിരിക്കുന്നവൻ ജഡം ധരിച്ച ഈ ഭൂമിയിൽ വന്ന് പാർത്തു എന്ന് പറയുന്നത് ഈ ലോകപ്രകാരം ചിന്തിക്കുമ്പോൾ ഈ AI യുഗത്തിൽ ചിന്തിക്കുമ്പോൾ ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വിശ്വസിക്കുന്നവന് ഇതൊരു പ്രയാസവുമില്ല. അപ്പോൾ ഇവിടെ പാർത്തു എന്ന പദത്തിന് കൂടാരമടിച്ചു എന്ന അർത്ഥം. കർത്താവായി യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് കൂടാരമടിച്ചു. ഇതാ മനുഷ്യരോടൊത്ത് ദൈവത്തിന്റെ കൂടാരമെന്ന് നാം വായിക്കുന്നത് പോലെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൻ 33.5 വർഷക്കാലം എന്താണ് പാർപ്പിടമായി അവൻ കൂടാരമടിച്ചു. പ്രൈസ് ദി ലോർഡ്. കൂടാരം എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിൾ പ്രകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടാരം നമ്മുടെ ശരീരം തന്നെയാണ്. ധന്യനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2-5 അധ്യായത്തിൽ പറയുന്നത് കൂടാരമാകുന്ന ഭൗമ്യഭവനം അഴിഞ്ഞു പോയാൽ. അപ്പൊ കർത്താവ് വന്ന് ഈ ഭൂമിയിൽ കൂടാരമടിച്ചു, നമ്മുടെ ഇടയിൽ പാർത്തു. ആദ്യത്തെ 3 സുവിശേഷകന്മാരും ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് ചരിത്രം പറയുമ്പോൾ യോഹന്നാൻ അതിന്റെ ആശയത്തെയും ഉദ്ദേശത്തെയും വെളിപ്പെടുത്തുന്നത് നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറഞ്ഞുകൊണ്ട്. യോഹന്നാൻ കർത്താവിന്റെ അമ്മയെയും അപ്പനെയും ഗബ്രിയേല് വെളിപ്പെട്ടതും അത് ഇത് മറ്റ് സമവിഷണ സുവിശേഷങ്ങളെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നുമല്ല വന്നിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ഉയർത്തുവാൻ വേണ്ടിയിട്ട് സ്ഥായിയായ വിഷയങ്ങൾ മാത്രമാണ് പറയുന്നത്. എന്താണ്? യോഹന്നാന്റെ ആശയത്തെയും ഉദ്ദേശത്തെയും വെളിപ്പെടുത്തുകയാണ്. വചനം ജഡമായി തീർന്നു എന്ന് പറയുമ്പോൾ തന്റെ ദൈവികത്വം നഷ്ടപ്പെട്ടു എന്ന അർത്ഥമില്ല. അപ്പോൾ വചനം ജഡമായി തീർന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് ദൈവമായിരിക്കുന്നവൻ മനുഷ്യശരീരം എടുത്തത് കൊണ്ട് അവന്റെ ദൈവത്വം ഒരിക്കലുമില്ല. ദൈവത്വത്തോട് കൂടെയാണ് അവൻ ജഡശരീരത്തെ ധരിച്ചത്. താൻ ജഡം കൂടെ സ്വീകരിച്ചു എന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന് ഒട്ടും മാറ്റം വന്നതല്ല. അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിട്ട് തന്നെയാണ് അവതരിച്ചത്. അതിലൊരു സംശയവും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ആ കാലത്ത് യവനന്മാർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു ഇത്. യവനന്മാർ അംഗീകരിക്കാത്ത ഒരു കാര്യമായിരുന്നു യേശുവിന്റെ ദൈവത്വം. ഒരവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ രണ്ട് വ്യക്തികളിലായിരിക്കുന്നത് അത് സാധിക്കില്ല എന്ന യവനന്റെ സംസ്കാരപ്രകാരം അവൻ വിശ്വസിക്കുക. അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇന്ന് ഞാനും നിങ്ങളും തന്നെയാണ്. നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവമക്കളുമാണ്. അപ്പോൾ തന്നെ ഈ ലോകത്തിലെ ഭൗമിക ജീവിതത്തിൽ നാം ആയിരിക്കുകയാണ്. നമുക്ക് സ്വർഗവുമായിട്ട് ബന്ധമുണ്ട്. ജീവപുസ്തകത്തിൽ പേര് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. സ്വർഗീയ പൗരത്വം ലഭിച്ചവരാണ്.
അപ്പം നമുക്ക് രണ്ട് പൗരത്വമാണ്. ഒന്ന് സ്വർഗീയ പൗരത്വവും, രണ്ട് ഈ ഭൗമിക പൗരത്വവും. കർത്താവായ യേശുക്രിസ്തുവും പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് യവനന്മാര് വിശ്വസിക്കാതെ തള്ളിക്കളഞ്ഞത് കൊണ്ടാണ് ധന്യനായ യോഹന്നാൻ ഈ ഒരു വാക്യം ഇത്ര വ്യക്തമായി അവിടെ സൂചിപ്പിക്കുന്നത്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് കണ്ടവനാണ്. പ്രൈസ് ദി ലോർഡ്. അതായത് യെശയ്യാവിന്റെ പുസ്തകം 7:14 വാക്യത്തില് വചനം നിവൃത്തിയായി ഇമ്മാനുവേലാണ് യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിട്ട്. യെശയ്യാവിന്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ കാണുന്നത്, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരുക. എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന, അതായത് ഇസ്രായേൽ ജനത്തിന്റെ പിന്മാറ്റത്തിന്റെ അവസ്ഥയിൽ ആകാശത്തെയും ഭൂമിയെയും സാക്ഷിയാക്കി പ്രവാചകൻ വിളിച്ചു പറയുന്ന, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരുക, ഞാൻ മക്കളെ പോറ്റി വളർത്തു, അവരെന്നോട് മത്സരിക്കുകയാണ്. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയും അറിയുന്നു, എന്റെ ജനമോ അറിയുന്നില്ല. ആ യെശയ്യാവ് തന്റെ പുസ്തകം എഴുതി പോകുമ്പോൾ 7-ാമത്തെ അധ്യായത്തിൽ വന്ന 14-ാം വാക്യത്തിൽ പറയുകയാണ്, കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്ന് പേരാകുമെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവൻ കൂടാരം അടിച്ചു എന്ന് യോഹന്നാൻ വ്യക്തമാക്കുന്നത്. അതായത് വീണുപോയ മനുഷ്യരുടെ ഇടയിൽ ഒരു മനുഷ്യനെ പോലെ ദൈവം വസിച്ചു, ആശ്ചര്യ കൂടാരമടിച്ചു പാർത്തു. മരുഭൂമിയിലെ യഹോവയുടെ സഭയിൽ, മരുഭൂമിയിലെ സഭയിൽ യഹോവയായ ദൈവം ഇറങ്ങി വന്ന് വസിക്കുന്നത് പോലെ നമ്മുടെ ശരീരം എത്ര മനോഹരമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ ജഡം എന്ന് പറയുന്നത് പൗലോസിന്റെ ഭാഷയല്ല, യോഹന്നാൻ ജഡം എന്ന് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിലും എഴുത്തുകളിലും ജഡം എന്ന പദം വളരെ ചുരുക്കം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പൗലോസ് ജഡമെന്ന് പറയുന്നത് പാപാവസ്ഥയെ ആണെങ്കിൽ, യോഹന്നാൻ ജഡമെന്ന് ഉദ്ദേശിച്ചത് പാപജഡത്തെ അല്ല ഉദ്ദേശിച്ചത്. ഇവിടുത്തെ ജഡമെന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തെയാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഓർക്കണം. പൗലോസ് ലേഖനങ്ങളിൽ പഠിപ്പിച്ചത് കൊണ്ട് വചനം ജഡമായി തീർന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത ആ ഒരു പാപകരമായ ജഡത്തിലായിരിക്കുന്നത് കൊണ്ട് ഈ വചനം മനസ്സിലാക്കുവാൻ ഇത്തിരി പ്രയാസമാണ്. പ്രത്യേകം ഓർക്കണം, ജഡമെന്ന് പറയുമ്പോൾ ഈ ശരീരത്തെ എത്ര മനോഹരമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ലോകത്തെ മുഴുവൻ കാണുവാനുള്ള കണ്ണ്, കേൾക്കുവാനുള്ള ചെവി, മണക്കുവാനും ശ്വസിക്കുവാനുമുള്ള മൂക്ക്, സംസാരിക്കുവാനുള്ള നാവ്, പ്രവർത്തിക്കുവാനുള്ള കൈ, സ്പർശിക്കുവാനുള്ള വിരലുകൾ, ചിന്തിക്കുവാനും വിചാരിക്കുവാനുമുള്ള ഹൃദയം, പ്രാർത്ഥിക്കുവാനുള്ള ഹൃദയം, സ്തുതിക്കുവാനുള്ള നാവ്, കരയുവാനുള്ള കണ്ണ്. എത്ര മനോഹരമായിട്ടാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. തീർന്നോ? ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതിന് നമുക്ക് ശ്വാസം ദൈവം ഒരുക്കിയതാ. ദാഹത്തിന് നമുക്ക് വെള്ളം ദൈവം ഒരുക്കിയതാ. വിശപ്പിന് നമുക്ക് ഭക്ഷണം ദൈവം ഒരുക്കിയതാ. ബന്ധം സ്ഥാപിക്കുന്നതിന് നമുക്ക് കുടുംബത്തെ ഭൂമിയിൽ ദൈവം സ്ഥാപിച്ചു തന്നു. സൗഹൃദം പങ്കിടുന്നതിന് നമുക്ക് കൂട്ടുകാരെ ദൈവം ഒരുക്കി തന്നു. എന്തിനു പറയുന്നു? സെക്സിന് ഇണയെപ്പോലും ദൈവം ഒരുക്കി തന്നു. ഇനി അതിലപ്പുറത്ത് വല്ലതും ഉണ്ടോ? ദൈവത്തിന്റെ മഹത്വം ഒന്ന് അറിയേണ്ടതിന് മനുഷ്യന് സെക്സിന് ഇണയെപ്പോലും ദൈവം ഒരുക്കി തന്നു. അപ്പൊ മനുഷ്യന് ദൈവം എല്ലാം ഈ ഭൂമിയിൽ ഒരുക്കി തന്നിരിക്കുകയാണ്. ആ മനുഷ്യനോടാണ് പുത്രനിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുവാൻ ദൈവം പറയുന്നത്. നമ്മുടെ ഇടയിൽ പാർത്തു. ഇത് ഇസ്രായേലിന്റെ മരുഭൂമിയിലെ പ്രയാണത്തെയും അവരുടെ ഇടയിൽ പാർത്ത ദൈവ സാന്നിധ്യത്തെയും പറയുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് യോഹന്നാൻ ഇത് പറയുന്നത്.
ഇത് യഹൂദന്റെ ഒരു പാശ്ചാത്യ ഒരു പശ്ചാത്തലത്തെ ഉദ്ദേശിച്ച് പറയുന്നതാണ്. യഹൂദൻ ഇത് പറയുമ്പോൾ പ്രത്യേകം മനസ്സിലാകും, ദൈവം ഇറങ്ങി വന്ന് പാർത്തു എന്ന് പറയുമ്പോൾ ഒരു യഹൂദന് ഇതൊരു പുതുമയല്ല, ഒരു പുതിയ വാക്കല്ല. അവന് പെട്ടെന്ന് മനസ്സിലാക്കും. എന്താന്ന് വെച്ചാൽ 40 സംവത്സരം മരുഭൂമിയിലെ സഭയിൽ ഇറങ്ങി വന്ന ദൈവം പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ്, ഇത് യോഹന്നാൻ മറുരൂപമലയില് കർത്താവിന്റെ തേജസ് കണ്ടവനാ. കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ കർത്താവിന്റെ തേജസ് കണ്ടവനാ. എന്തിനു പറയുന്നു? പത്മോസ് ദ്വീപിൽ കർത്താവിന്റെ തേജസ് കണ്ടവനാ. ആ യോഹന്നാൻ പറയുവാണ്, ഞങ്ങൾ അവന്റെ തേജസ് കണ്ടവരാ. പത്രോസ് പറയുമ്പോൾ ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികൾ. ഓരോരുത്തർക്കും ദൈവത്തിന്റെ ആത്മാവിനെ വെളിപ്പെട്ട് കിട്ടുന്ന ഓരോ കാര്യങ്ങൾ നാമും ചിന്തിക്കണം. അവന്റെ തേജസ്, തേജസ് എന്ന പദം ബൈബിളിൽ കാണപ്പെടുന്നത് ദൈവത്തിന്റെ പ്രത്യക്ഷതയിൽ വന്ന് തെളിവേറിയ പ്രകാശത്തെ വ്യക്തമാക്കുകയാണ്. അപ്പൊ തേജസ് എന്ന് പറയുമ്പോൾ ദൈവം വെളിപ്പെട്ട ആ വലിയ തേജസ്സിനെയാണ് തേജസ് എന്ന് പറയുന്നത്. പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ അതിന്റെ 1:3-16 പറയുന്നത് പോലെ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിനാൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവ ശക്തിയുടെ മർമ്മം സമ്മതമാം വണ്ണം വലിയതാകുന്നു. അപ്പൊ ദൈവത്തിന്റെ തേജസ് കണ്ടവരായോ പൗലോസും 3 പ്രാവശ്യം പൗലോസിന് കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനായി. അപ്പോസ്തല പ്രവൃത്തിയില്ല. നമുക്കിപ്പോ ആ ഒരു വിഷയമല്ലല്ലോ. അപ്പൊ ദൈവത്തിന്റെ തേജസ് പൗലോസ് കണ്ടവനാ. ഒന്ന് ദമസ്കസിന്റെ പടിപാതിൽ, 2 കൈസറെ അഭയം ചൊല്ലി റോമിലേക്ക് പോകുമ്പോൾ ആ പടക് തകരുന്നതിന് മുമ്പ്, മറ്റൊന്ന് യെരുശലേമിൽ വെച്ച, നീ ഇവിടെ പ്രസംഗിച്ചത് റോമിലും പ്രസംഗിക്കേണ്ടതാകും, ദൈവം അവനെ ബലപ്പെടുത്തി. മറ്റൊന്ന് വെളിപ്പെട്ടത് അറബി മരുഭൂമിയിൽ വെച്ചാണ്, ഞാൻ കർത്താവിങ്കിൽ നിന്നും പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്യുന്നത് എന്തെന്നാൽ, കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവനെ അപ്പമെടുത്ത് വാഴ്ത്തി നുറക്കി. അറബിയ മരുഭൂമിയിൽ അവന് വെളിപ്പെട്ട കർത്താവ്. അപ്പൊ കർത്താവിന്റെ തേജസ് പൗലോസിന് പല പ്രാവശ്യം വെളിപ്പെട്ടതാണ്. അപ്പൊ ആ പൗലോസ് പറയുകയാണ്, അവൻ തേജസ്സിൽ എടുക്കപ്പെട്ടു. എബ്രായ ലേഖനത്തിലും പൗലോസ് അത് പറയുന്നു. എബ്രായ ലേഖനം 1:3 അവനവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകെക്കൊണ്ട്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു തേജസ്സിൽ വെളിപ്പെട്ടു എന്ന യോഹന്നാൻ ഇവിടെ വ്യക്തമാക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ തേജസ് ഇവിടെ നാം മനസ്സിലാക്കണം. പുത്രന്റെ ആളത്വത്തിന്റെ മാഹാത്മ്യവും ശ്രേഷ്ഠതയുമാണ് ഈ വാക്യത്തിൽ വിവരിക്കുന്നത്. ഇവിടെ യോഹന്നാൻ ഉദ്ദേശിക്കുന്നത് പുത്രന്റെ ആളത്വത്തിന്റെ മാഹാത്മ്യവും ശ്രേഷ്ഠതയുമാണ് ഈ വാക്യത്തിൽ വിവരിക്കുന്നത്. ദൈവത്തിന്റെ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ പ്രവൃത്തി ഇവയുടെ പ്രദർശനമാണ്. ദൈവത്തിന്റെ തേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകം ഓർക്കണം, ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ പ്രവൃത്തി ഇതെല്ലാമാണ്. ഇതാ ദൈവത്തിന്റെ തേജസ് എന്ന് പറയുന്നു. ഞങ്ങൾ അവന്റെ തേജസ്, പിതാവിന്റെ മടിയിലിരിക്കുന്ന പുത്രൻ നിൽക്കണം. അപ്പോൾ അത് പ്രത്യേകം ഓർക്കണം. ഇവിടെ പ്രദർശനമാണ്. സമാഗമന കൂടാരത്തിൽ കെരൂബുകളുടെ മധ്യേ ദൈവ തേജസ് വസിച്ചിരുന്നു, എന്നാൽ അത് വിട്ടുപോയി എന്ന പുറപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നത് പോലെ. അപ്പൊ ദൈവത്തിന്റെ ഗുണലക്ഷണങ്ങൾ മനുഷ്യർക്ക് ഗ്രഹിക്കാവുന്ന നിലയിൽ വെളിപ്പെടുത്തുന്നതാണ് ദൈവത്തിന്റെ തേജസ്. ദൈവത്തിന്റെ ഗുണലക്ഷണങ്ങൾ
മനുഷ്യർക്ക് ഗ്രഹിക്കാവുന്ന നിലയിൽ വെളിപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ തേജസ് എന്ന് പറയുന്നത്. 2 തിമോത്തിയോസ് 2:12 വാക്യം, വെളിപ്പാട് 21:23, 2 കൊരിന്ത്യർ 4:16 വാക്യങ്ങളിലെല്ലാം നാം കാണുകയാണ്. അതായത് പിതാവായ ദൈവത്തിൽ കാണുന്ന സർവ്വസമ്പൂർണതകളും അവനിൽ കാണുന്നു. ദൈവ തേജസ്സിൻ്റെ കാന്തി, ഉജ്ജ്വല ദീപ്തി അഥവാ ജ്യോതിർപ്രവാഹമാണവൻ. ദൈവത്തിൻ്റെ ധാർമ്മികവും ആത്മീയവുമായ സകല മഹിമയും അവനിൽ കാണപ്പെടുന്നു. തൻ്റെ ശക്തിയുടെ വചനത്താൽ ഈ പ്രപഞ്ചത്തെ അവൻ വഹിക്കുന്നു. ലോകത്തിലെ സകല ആരംഭങ്ങളെയും വിളിച്ചു വരുത്തിയത് അവൻ്റെ ഉച്ചാരണത്താലാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് തത്വത്തിൻ്റെ മുദ്ര എന്ന എബ്രായ ലേഖനത്തിൽ 1:3 പറയുന്ന വാക്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. തത്വം, പഞ്ചഭൂതം, ത്രിഗുണം, പരമാത്മാ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. തത്വത്തിൻ്റെ മുദ്ര എന്ന് പറയുന്നത്, തത്വം എന്നത് പഞ്ചഭൂതം, ത്രിഗുണം, പരമാത്മാവ്. മുദ്ര എന്നത് രഹസ്യം, അടയാളം എന്നുള്ളതാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തു ഈ പഞ്ചഭൂതങ്ങളെല്ലാം അറിയുന്നവൻ, അതിൻ്റെ രഹസ്യം അറിയുന്നവൻ, 3 ലോകത്തെയും കുറിച്ച് അറിയുന്നവൻ, അവൻ പരമാത്മാവാണെന്നുള്ള സത്യം. അപ്പം ഇതാണ് പൗലോസ് പറയുന്നത് തത്വത്തിൻ്റെ മുദ്ര എന്ന് പറയുന്നത്. എന്നാൽ ലോകമില്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ പ്രപഞ്ച സൃഷ്ടികളുടെ രഹസ്യം പിതാവിൽ നിന്നും പുത്രന് മറവായിരുന്നില്ല എന്ന് നാം തിരുവചനത്തിൽ വായിക്കുകയാണ്. യഹോവ പണ്ടേ തൻ്റെ വഴിയുടെ ആരംഭമായി, തൻ്റെ പ്രവൃത്തിയുടെ ആദ്യമായി എന്നെ ഉളവാക്കി. ഞാൻ പുരാതനമേ ഭൂമിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന സദൃശവാക്യം 8-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 30 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നാം ചിന്തിച്ചത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12, 13, 14 വേദഭാഗങ്ങളാണ്. ഓക്കെ, നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. നിത്യനും പരിശുദ്ധനുമായ സ്വർഗീയ നല്ല പിതാവ്, തിരുനാമത്തിൻ്റെ മഹത്വം, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി നാം കർത്താവേ യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന സബ്ജക്റ്റിൻ്റെ 11-ാമത്തെ ക്ലാസ്സിലേക്ക് കടന്നു വരുവാനും കർത്താവ് മുഖാന്തരമൊരുക്കിയതിനായി നാം കർത്താവെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവത്തിൻ്റെ വചനത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു. കർത്താവെ ഈ വചനം ഹല്ലേലൂയ അനേകരെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം മുഖാന്തരമൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർ കർത്താവിനെ അറിയാത്തവർ മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടുവാൻ കർത്താവെ ഈ ക്ലാസ്സുകൾ ഏറ്റവും പ്രയോജനകരമായി തീരുവാൻ ദൈവം സഹായിക്കണം. ഇതിൻ്റെ അഡ്മിനായി സ്തോത്രം, മേരി സിസ്റ്റർക്കായി സ്തോത്രം. ധാരാളമായി ദൈവം മാനിച്ചനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. നന്ദി. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഓക്കെ, താങ്ക് യു.